എനിക്ക് ഇൻബോക്സിൽ കിട്ടുന്ന ഒട്ടുമിക്ക കുട്ടികളുടെയും റിക്വസ്റ്റ് ഇതാണ്, മിസ്സേ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് മടിയാണ് മിസ്സേ, ഈ മടി എങ്ങനെയൊന്ന് മാറ്റാം മിസ്സേ, എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഞാൻ ആകെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. വാട്ട് ഈസ് ദിസ്? +1 വാസ് അട്ടർലി ഇമ്പോർട്ടന്റ്. +1 അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പല തവണ നമ്മൾ തന്നെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. +1 നന്നായിട്ട് പഠിക്കണം, +1 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ +2 നമ്മുടെ ബുദ്ധിമുട്ട് ലേശം കുറയുള്ളൂ. പക്ഷെ പല കുട്ടികൾക്കും സംഭവിച്ചത് എന്താ, +1 നല്ല അടിപൊളിയായിട്ട് ഉഴപ്പി. ബി ഓൾവേസ് ആംഗ്രി ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ദിവസത്തിൽ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ വെറും പ്രൊഡക്റ്റീവ് അല്ലാണ്ട് എന്തെങ്കിലും വെറുതെ ഒരു ദിവസം കളഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യം തോന്നണം. നിങ്ങളെ പ്രൊഡക്റ്റീവ് അല്ലാണ്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഒരു പുച്ഛം തോന്നണം. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ പേരൻസിനെ, നിങ്ങളുടെ എൻവയോൺമെന്റിനോ, നിങ്ങളുടെ സിസ്റ്റത്തിനോ ഇതിനൊന്നും കുറ്റം പറയാനുണ്ടാവില്ല. അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ കയ്യിലുണ്ടാവുക നിങ്ങളുടെ റിപ്പോർട്ട് കാർഡും നിങ്ങളുടെ പേരും തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 95% കുട്ടികളും ഞാൻ പറഞ്ഞുതരാം ഏത് സ്റ്റേജിലാണ് കടന്നു പോകണമെന്ന്. ഇതുവരെ +1 സക്സസ്ഫുള്ളി ടൈം എല്ലാം വേസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ല മോശം റിസൾട്ട് ഒക്കെ വാങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. ഇപ്പൊ ഈ വർഷം പഠിക്കണമെന്ന് ബോധം ഉണ്ടായിരുന്നു തുടക്കത്തിൽ, ഇപ്പൊ യാതൊരു ബോധവും ഇല്ല, യാതൊരു സീരിയസ്നെസ്സും ഇല്ല. പബ്ലിക് എക്സാം ആണ് വരുന്നത് എന്നുള്ളൊരു ചെറിയൊരു കൺസിഡറേഷൻ പോലും കൊടുക്കാത്ത രീതിയിലുള്ള കുട്ടികളാണ്. ബിക്കോസ് എനിക്ക് ഇൻബോക്സിൽ കിട്ടുന്ന ഒട്ടുമിക്ക കുട്ടികളുടെയും റിക്വസ്റ്റ് ഇതാണ്, മിസ്സേ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് മടിയാണ് മിസ്സേ, ഈ മടി എങ്ങനെയൊന്ന് മാറ്റാം മിസ്സേ, എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഞാൻ ആകെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. വാട്ട് ഈസ് ദിസ്? നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ക്രൂഷ്യൽ സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. മനസ്സിലാക്കണം, +1 നിങ്ങൾ വേസ്റ്റ് ചെയ്തു. +1 വാസ് അട്ടർലി ഇമ്പോർട്ടന്റ്. +1 അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പല തവണ നമ്മൾ തന്നെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. +1 നന്നായിട്ട് പഠിക്കണം, +1 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ +2 നമ്മുടെ ബുദ്ധിമുട്ട് ലേശം കുറയുള്ളൂ. പക്ഷെ പല കുട്ടികൾക്കും സംഭവിച്ചത് എന്താ, +1 നല്ല അടിപൊളിയായിട്ട് ഉഴപ്പി, മാർക്ക് കുറവാണ്. അപ്പൊ അത്രയും മാർക്ക് +2 പഠിച്ചിനി നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്നല്ല നിങ്ങൾ എഫേർട്ട് ഇടേണ്ടെന്ന് അന്നേ നമ്മൾ പറയുന്നതായിരുന്നു. പക്ഷെ ഇനിയും ഞാൻ പറയാണ്, എടാ മക്കളെ, ഇനിയും നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ +1 മാർക്ക് ഷീറ്റ് നോക്കിയിട്ട് നിങ്ങളെ മുഖം എങ്ങനെയാണോ ഇരുന്നത് അതേ മുഖം തന്നെയാണ് ഈ വരുന്ന +2 പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുഖം ഇരിക്കാൻ പോണത്. ആ കാര്യം ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി. വെറുതെ ഇരുന്ന് സമയം കളയാനല്ല. എടാ നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും. നിങ്ങൾ ഗെയിം കളിക്കണം, ഞാൻ സമ്മതിക്കുന്നു, ഐ അഗ്രി, നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞ ഒരു വർഷം +1 ഇത്രയും നമ്മുടെ +2 ബാക്കി എന്താ പറയാ, ഏകദേശം ഹാഫ് ഇയർ, 1.5 വർഷത്തോളം നിങ്ങൾ ഗെയിം കളിച്ചില്ലേ, 1.5 വർഷത്തോളം നിങ്ങൾ ഒരാവശ്യമില്ലാതെ സ്ക്രോൾ ചെയ്ത് സമയം കളഞ്ഞിട്ടില്ലേ. എടാ ഇനിയും ഇതേ അവസ്ഥ തന്നെയാണ് തുടരാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങളൊരു ചേഞ്ച് പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഏത് രീതിയിലാണ് നിങ്ങളൊരു മാറ്റം എക്സ്പെക്ട് ചെയ്യുന്നത്? ആരാ നിങ്ങൾക്ക് മാർക്ക് തരാൻ പോകുന്നത്? ദിസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ഫെയിലിയറിന് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കിടക്കുന്ന സാധനം എന്താണെന്നറിയോ? സമയം. ഈ സമയം നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ റെഡി. +1 നമ്മളുടെ സ്ഥിതി എന്ത് മോശമായിരുന്നോ അതേ സ്ഥിതി, ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറമാണ് +2 നിങ്ങൾ കാണാൻ പോകുന്നത്. പബ്ലിക് എക്സാമാ മക്കളെ, നിങ്ങളുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നൊക്കെ പല ആൾക്കാരും നിങ്ങളോട് വന്ന് പറയും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, +2 കഴിഞ്ഞ് നല്ലൊരു കോഴ്സിന്, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ നോക്കുക? +2 മാർക്കാ. ഒരു എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ പല രീതിയിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ +2 മാർക്സാ. നിങ്ങളുടെ ഈ +1 +2 പബ്ലിക് എക്സാമിന്റെ മാർക്സ് നോക്കിയിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചറെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. വാട്ട് യു ഹാവ് ടു സ്റ്റഡി നെക്സ്റ്റ്. നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ 2 വർഷങ്ങളാണ്. ഇതിൽ ഒരു വർഷം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഓക്കെ ഫൈൻ, ഇനി ഞാൻ പറയുന്നില്ല, ഒരു വർഷം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇനിയിപ്പോൾ അതിനൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇനിയും ഇതേ ഭാവം തുടരാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ പ്ലീസ്, നിങ്ങൾക്കത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലാത്ത കുട്ടികളോട് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അത്രയും ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയും ഒരു സ്വപ്നമാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ റിസോഴ്സിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് റിസോഴ്സുകളുണ്ട്. പഠിക്കാൻ ബുക്കുണ്ട്, സ്കൂളുണ്ട്, റിസോഴ്സസ് ഉണ്ട്, നെറ്റ് ഉണ്ട്, വീട്ടിൽ നമ്മുടെ ക്ലാസ്സസ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് അതിനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ പാരൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഭാവം തുടരാനാണെന്നുണ്ടെങ്കിൽ ഹാബിറ്റ് ഓഫ് ഫെയിലിയർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തോൽവിയുടെ ഒരു ശീലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇത് ഈ ഒരു കേസിൽ +2 പാസ്സാകുന്ന കേസിൽ മാത്രമല്ല, എനിക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ മക്കളെ ഞാൻ കാണുന്ന സമയത്ത് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത്, മിസ്സേ ഐ ഡിഡ് ഇറ്റ്, മിസ്സേ ഞാൻ ഇവിടെ എത്തി, മിസ്സേ ഞാൻ ഇതാ പഠിക്കുന്നത്, മിസ് ഐ റീച്ച് ദെയർ, മിസ് ഐ ഡു ദിസ് എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയേണ്ട ഒരു ആവശ്യം നിങ്ങൾ ഉണ്ടാക്കരുത്.
See, study for your future. Study as your future depends on you. നിങ്ങളുടെ ഓരോ മണിക്കൂറിനും വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോ മണിക്കൂറും നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ അതേ സ്വപ്നമുള്ള, അതേ രീതിയിൽ നിങ്ങളെ പോലെ സ്വപ്നം കാണുന്ന, നിങ്ങളുടെ അതേ ആഗ്രഹങ്ങളുള്ള, നിങ്ങളുടെ അതേ ലക്ഷ്യങ്ങളുള്ള മറ്റു കുട്ടികൾ അപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കണം. ആ കുട്ടികൾ രാവും പകലും കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ഡിറ്റർമിനേഷനായിട്ട് അത്രയും പാഷനോടുകൂടി അവരവരുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു സീറ്റ് ഉണ്ട്, നമ്മൾ ആഗ്രഹിച്ചൊരു നിലയുണ്ട്, നമ്മൾ ആഗ്രഹിച്ച ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഇതെല്ലാം അവർക്ക് മാത്രം കിട്ടുന്നത് കാണുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മക്കളുടെ കണ്ണ് നനയരുത്. അതിനുവേണ്ടി മാത്രം നിങ്ങളോട് പറയുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. യുവർ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾ ഇപ്പോൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡും അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയത് വെറുതെ പറയുന്നതല്ല. കാരണം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കും, അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അന്ന് മര്യാദയ്ക്ക് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറഞ്ഞ് കരയുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. സോ ബി ഓൾവേസ് ആംഗ്രി ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ദിവസത്തിൽ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ വെറും പ്രൊഡക്റ്റീവ് അല്ലാണ്ട് എന്തെങ്കിലും വെറുതെ ഒരു ദിവസം കളഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യം തോന്നണം. നിങ്ങളെ പ്രൊഡക്റ്റീവ് അല്ലാണ്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഒരു പുച്ഛം തോന്നണം. ബിക്കോസ് നിങ്ങൾ അത്രയും ഒരു ലോ ലെവൽ, അതായത് അത്രയും അധികം കുട്ടികൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവരെല്ലാം അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അവരവരുടെ ഫ്യൂച്ചർ 10 വർഷം കഴിഞ്ഞ് അവരെന്താവണം എന്നുള്ളത് അവർ ഇപ്പോഴേ തീരുമാനിച്ച് പണിയെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് വെറുതെ നടക്കേണ്ടി വരും. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമുക്കൊരു റിഗ്രറ്റ് വരാൻ പാടില്ല. ഈ റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു പോയ്സണാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പോയ്സൺ, ഒരു വിഷം പോലെയാണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ ആലോചിക്കും, അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അവസ്ഥ വരില്ലായിരുന്നു, അന്ന് ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയേനെ, അന്ന് ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അന്ന് ഞാൻ അത്രയും സമയം സ്ക്രോൾ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, അന്ന് ഞാൻ അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നല്ലൊരു രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങാൻ പറ്റിയേനെന്ന് 10-5 വർഷം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ഇടം നിങ്ങൾ ഇപ്പോഴേ വരുത്തരുതെന്നേ ഉള്ളൂ. സോ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ പേരൻസിനെ, നിങ്ങളുടെ എൻവയോൺമെന്റിനോ നിങ്ങളുടെ സിസ്റ്റത്തിന് ഇതിനൊന്നും കുറ്റം പറയാനുണ്ടാവില്ല. അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ കയ്യിലുണ്ടാവുക നിങ്ങളുടെ റിപ്പോർട്ട് കാർഡും നിങ്ങളുടെ പേരും തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുമാണ്. ദിസ് ഈസ് ഗോയിങ് ടു ഡിഫൈൻ യുവർ ഫ്യൂച്ചർ. നിങ്ങൾ എത്ര ലേറ്റ് നൈറ്റ് ഗെയിം കളിച്ചിട്ടുണ്ടെന്നോ, എത്ര മണിക്കൂർ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെന്നോ, എത്ര തവണ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്ത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നോ, ഈ എത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നോ, ഇതൊന്നും ആ റിപ്പോർട്ട് കാർഡിൽ ഉണ്ടാവില്ല. സോ അണ്ടർസ്റ്റാൻഡ് ദിസ്. നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ് നിങ്ങളുടേത് മാത്രമായിരിക്കും. അതെ, അതിൽ വരുന്ന മാർക്കും അതിൽ വരുന്ന പേരും അതിൽ വരുന്ന റിസൾട്ടും ഇറ്റ്സ് ഓൾ യുവർ റെസ്പോൺസിബിലിറ്റി. അത് എത്രത്തോളം നന്നാണെന്നുള്ളത് നമ്മൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത്. ആൻഡ് അത് മനസ്സിലാക്കുക, യുവർ പൊട്ടൻഷ്യൽ ഇസ് ലിമിറ്റ്ലെസ്. നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ് ഏതൊരാളെക്കാളും ഏറ്റവും മികച്ചതാവാൻ നിങ്ങൾ എന്തൊക്കെ പണിയെടുക്കുന്നുണ്ടോ അത് മാത്രമാണ് അതിൻ്റെ ബാക്കി ഉണ്ടാവുക. സോ ഈ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം അല്ലെങ്കിൽ 100 മടങ്ങ് പൊട്ടൻഷ്യൽ റിട്ടേൺ കിട്ടുന്ന ഒരു ഏജിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇതേപോലെ നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കിപ്പോൾ പേ ചെയ്യാൻ ബില്ലൊന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ അങ്ങനെയെന്ന് പറയേണ്ട റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് നോക്കി നടത്തേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളെ കൊണ്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ആകെ ഈ കാര്യത്തിൽ മാത്രമാണ്. എന്തിൽ? പഠിക്കാൻ വേണ്ടി മാത്രം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ പല റെസ്പോൺസിബിലിറ്റികളും ചാലഞ്ചസും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇത് നിങ്ങൾ ഒരിക്കലും രക്ഷിക്കാൻ പോകുന്നില്ല. ഞാൻ +2 പഠിക്കേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ദിസ് ഈസ് അബൌട്ട് യുവർ ഫ്യൂച്ചർ. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇതേ സ്ഥിതി തന്നെയാണ് നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എത്ര കിട്ടിയിട്ടും നമുക്കത് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ, +1 നമ്മൾ അത്രയും സമയം വേസ്റ്റ് ചെയ്തിട്ടും +2 നമുക്കത് വാങ്ങിയെടുക്കണം എന്നുള്ളൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഇതുപോലെ തന്നെയായിരിക്കും. നമുക്ക് പിന്നെ അതിനൊരു എസ്കേപ്പ് ഉണ്ടാവില്ല. ഒരു മറ്റേ തുറുങ്കിലൊക്കെ അടക്കപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. സോ ആ ഒരു റിഗ്രറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ +2 എക്സാമിന് അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ കാണാം. നിങ്ങളുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ വരുന്ന റിപ്പോർട്ട് കാർഡിലെ മാർക്സാണ് മക്കളെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് പേ ബാക്ക് കൊടുക്കണം നമ്മുടെ പേരൻസിന്, നമ്മളുടെ നാട്ടുകാരെ, നമ്മളെ പുച്ഛിച്ച ആൾക്കാരുണ്ടാവും, നമ്മളെ തള്ളി പറയുന്ന ആൾക്കാരുണ്ടാവും. യെസ്, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളെ പലരും പലതും പറയുന്നുണ്ടാവും. നിങ്ങളെ കൊണ്ട് നടക്കൂല എന്ന് പറയുന്നവരുണ്ടാവും.
ഓരോരുത്തരോടും നിങ്ങൾ ആരൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ ഇവരോടൊക്കെ തിരിച്ച് കണക്ക് ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ മാസ് വേറൊന്നുമില്ലടാ. അതുകൊണ്ട് ഇന്ന് മുതൽ ഫ്രം ദിസ് സെക്കൻഡ്, നാളെ മുതൽ നന്നാവാന്നല്ല, അതിനാരും വരണ്ട. ഇന്ന് മുതൽ നിങ്ങൾ നന്നാവാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, നന്നാവാന്ന് ഞാൻ പറയുന്നില്ല, ഇന്ന് മുതൽ നിങ്ങളിലൊരു ചേഞ്ച്. ഇന്ന് ഉച്ച വേണ്ട പോട്ടെ, ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഏകദേശം 5:45 സമയം. ഈ 5:45 വേണ്ട, നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ സമയം ഈ വീഡിയോ കാണുന്നത്, ഈ സെക്കൻഡ് മുതൽ ഇത്രയും സമയം നിങ്ങൾ എന്തായിരുന്നോ അതിനേക്കാൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. മറ്റുള്ളവരുടെയൊക്കെ കണ്ണ് തള്ളുന്ന രീതിയിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് വിൽ ബി എ മാസ് കം ബാക്ക്. അതിന് വേണ്ടിയിട്ട് സ്വപ്നം കാണുക. ഓൾ ദി ബെസ്റ്റ്.